IS ബന്ധത്തിൽ കസ്റ്റഡിയിലെടുത്ത സെയ്ദ് മുഹമ്മദ് ആദിലിന്റെ ഡിജിറ്റൽ ഡിവൈസുകളുടെ പരിശോധന പൂർത്തിയാക്കുന്നു. ഡിജിറ്റൽ തെളിവുകൾ ക്രോഡീകരിച്ച് വീണ്ടും ചോദ്യം ചെയ്യും. വിദേശത്ത് കഴിയുകയായിരുന്ന ആദിലിനെ കഴിഞ്ഞയാഴ്ചയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ATS കസ്റ്റഡിയിലെടുത്തത്. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വിട്ടയച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി IS ആശയ പ്രചാരണങ്ങൾ തുടർച്ചയായി നടത്തുന്നവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനിടെയായിരുന്നു വിവിധ അന്വേഷണ ഏജൻസികൾക്ക് മൂവാറ്റുപുഴ സ്വദേശി സെയ്ദ് മുഹമ്മദ് ആദിലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ജനുവരി 7-ന് ദമാമിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് ലുക്കൌട്ട് സർക്കുലറിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ച് ഭീകരവിരുദ്ധ സ്ക്വാഡിന് കൈമാറിയത്. തുടർന്ന് നെടുമ്പാശ്ശേരിയിലെ ATS ആസ്ഥാനത്തെത്തിച്ച് തുടർച്ചയായി ചോദ്യം ചെയ്ത ശേഷമായിരുന്നു വിട്ടയച്ചത്. ഇതിനൊപ്പം ആദിലിൽ നിന്ന് മൊബൈൽ ഫോണടക്കം നിരവധി ഡീറ്റെയിൽ ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇവയുടെ സൈബർ ഫോറൻസിക് ഫലം കൂടി ലഭിച്ച ശേഷം ആദിലിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കും. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുകൂല ആശയ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നും ഭീകരവാദ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. ആദിലിനെതിരെ നേരത്തെ സൈബർ സെൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി സിറിയ അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചോ എന്നും വ്യക്തമല്ല. ജനം, കൊച്ചി.